കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും ഒന്ന് ചിരിച്ചോണ്ടൊക്കെയാണ് ഇരുന്നേ. ഇത് നിങ്ങൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തായിരുന്നോ? നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഇഷ്ടമാണോ എല്ലാവർക്കും? ഏത് സബ്ജക്റ്റാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? എല്ലാവരും ഒന്ന് പറഞ്ഞേ. ആർക്കൊക്കെ ഇംഗ്ലീഷ് ഇഷ്ടമുണ്ടോ ഒന്ന് പറഞ്ഞേ. ഇംഗ്ലീഷ് ഇഷ്ടമുള്ളവരാരൊക്കെയാണ്? എല്ലാവർക്കും ഇഷ്ടമാണോ? അതോ ഇഷ്ടമല്ലയോ? നമ്മൾ പക്ഷേ ഇന്നിവിടെ ഇംഗ്ലീഷാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ? അപ്പം നമുക്ക് ഇംഗ്ലീഷ് ഇച്ചിരി രസകരമായിട്ടൊക്കെ പഠിക്കാം കേട്ടോ. അപ്പോൾ ആരും വിഷമിക്കണ്ട. ഇംഗ്ലീഷ് എന്താണ്? ഈസിയാണ് അല്ലേ? നമുക്ക് മലയാളം പോലെ എന്ത് ചെയ്യാൻ പറ്റും? കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിവിടെ ശ്രദ്ധിച്ചിരിക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പഠിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ് എല്ലാവർക്കും കിട്ടിയായിരുന്നോ? നമ്മൾ 3ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റാണ് എടുക്കുന്നത്. ഇംഗ്ലീഷിൻ്റെ 1ാമത്തെ യൂണിറ്റാണ് എടുക്കുന്നത്. നിങ്ങളുടെ യൂണിറ്റിൻ്റെ പേരെന്താണ്? ബില്ലു ദി ഡോഗ്. കണ്ടു കാണും എല്ലാവരും അല്ലേ? കണ്ടായിരുന്നോ? ബില്ലു ദി ഡോഗ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്താണ്? ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ പിക്ചർ കണ്ടായിരുന്നോ? നിങ്ങൾ ടെക്സ്റ്റ് ഉള്ളവർ ആ പിക്ചറിൽ ഒന്ന് നോക്കുക. ടീച്ചർ ഇവിടെ ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ പിക്ചർ. അത് നിങ്ങളൊന്ന് നോക്കിക്കേ. എന്താണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് നോക്കിക്കേ, എന്തൊക്കെയാണ് അത് ഈ കാണുന്നത്? ഒരു വീട് കാണുന്നുണ്ട്. പിന്നെന്താണ് കാണുന്നത്? പൂച്ചയെ കാണുന്നുണ്ട്. പിന്നെന്ത് കാണുന്നു? ഹെൻ. ഒരു കോഴി നിപ്പുണ്ട് അല്ലേ? എന്ത് നിപ്പുണ്ട്? ഒരു കോഴി നിപ്പുണ്ട്. പിന്നെ എന്താണ്? ഒരു പട്ടി, ഒരു നായ അല്ലെങ്കിൽ ഡോഗ് എന്ത് ചെയ്യുന്നു? അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ എന്താണ് കാണുന്നത്? ഒരു ഗോട്ട് അല്ലേ? ഒരു ഗോട്ടിനെ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ക്ലിയർ ആവാത്തവർ എന്ത് ചെയ്യണം? ടെക്സ്റ്റിലേക്ക് കൂടെ നോക്കുക. ഒന്നുകൂടെ നോക്കിക്കോ. എന്തൊക്കെയാണ് കാണുന്നത്? ഹോം കാണുന്നുണ്ട്. പിന്നെ എന്താണ്? വീടെന്നുള്ളതിന് നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത്? വീടെന്നുള്ളതിന് എന്താണ് പറയുന്നത്? ഹോം അല്ലേ? പിന്നെ എന്താണ്? ഒരു പൂച്ചക്കുട്ടിയെ കാണുന്നുണ്ട് അല്ലേ? പൂച്ചയ്ക്ക് എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. പൂച്ചയ്ക്ക് എന്താ പറയുന്നത്? ക്യാറ്റ്. പിന്നെ എന്താണ് കാണുന്നത്? കോഴിയെ കാണുന്നുണ്ട് അല്ലേ? കോഴിക്ക് എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഹെൻ. പിന്നെ എന്താണ് കാണുന്നത്? നായക്ക് എന്താണ് പറയുന്നത്? ഡോഗ്. എന്താണ് പറയുന്നത്? ഡോഗ്. പിന്നെ എന്താണ് കാണുന്നത്? ഒരു ആടിനെ കാണുന്നുണ്ട് അല്ലേ? ആടിന് എന്താണ് പറയുന്നത്? ഗോട്ട്. എന്താണ് പറയുന്നത്? ഗോട്ട്. ഓക്കെ. അപ്പൊ ഇനി നോക്കിക്കേ, നമുക്ക് പാഠത്തിലേക്ക് പോകാം അല്ലേ? പാഠത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ചില വേർഡ്സുകൾ, പുതിയ വേർഡ്സുകൾ എന്തുണ്ട്? ഞാൻ ഈ ബോർഡിലൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചിലവർക്ക് അറിയാമായിരിക്കും, അറിയാത്തവരും കാണും അല്ലേ? അപ്പോൾ അവർക്കൂടൊക്കെ വേണ്ടിയിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചേ. അതിന് ശേഷം നമുക്ക് പാഠത്തിലേക്ക് പോകാം കേട്ടോ. നോക്കിക്കേ, ബില്ലു ദി ഡോഗ്. ഡോഗ് എന്ന് പറഞ്ഞാൽ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു. ഡോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നായ. ഡോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നായ. പിന്നെ എന്താണ്? ഫാർമർ. ഫാർമർ എന്ന് പറഞ്ഞാൽ ആരാണ് കുഞ്ഞുങ്ങളെ? കർഷകൻ. ആരാണ്? ഫാർമർ എന്ന് പറഞ്ഞാൽ കർഷകൻ. അടുത്ത ഡോഗ്. ഡോഗ് നായ. ഓൾഡ്. OLD. ഓൾഡ്. ഓൾഡ് എന്ന് പറഞ്ഞാൽ വയസ്സായ കേട്ടോ. ഓൾഡ് എന്ന് പറഞ്ഞാൽ വയസ്സായ. ഫെയ്ത്ത്ഫുൾ. FAITHFUL. ഫെയ്ത്ത്ഫുൾ. ഫെയ്ത്ത്ഫുൾ എന്ന് പറഞ്ഞാൽ വിശ്വസ്തനായ. ഫെയ്ത്ത്ഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസ്തനായ. LOST. ലോസ്റ്റ്. ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നഷ്ടപ്പെട്ടു. ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നഷ്ടപ്പെട്ടു. ഓൾമോസ്റ്റ്. ALMOST. ഓൾമോസ്റ്റ്. ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിക്കവാറും. ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിക്കവാറും. ഇപ്പൊ നമ്മൾ പറഞ്ഞ വാക്കുകളെല്ലാം നിങ്ങളെ ക്ലാസ് കാണാനിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ഒരു നോട്ട്ബുക്കുമായിട്ട് ഇരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ നോട്ട്ബുക്കിൽ അതൊന്ന് കുറിച്ച് വെക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ നോക്കിയേ, ടീച്ചറിന് ഈ പാഠഭാഗം ഒന്ന് വായിക്കാം. നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. Farmer had a faithful dog called Billu. He was very old and had a lost
ഓൾമോസ്റ്റ് ഓൾ ഹിസ് ടീത്ത്. എന്താണ് പറയുന്നത്? എ ഫാർമർ ഹാഡ് എ ഫെയ്ത്ത്ഫുൾ ഡോഗ്. ഫാർമർ എന്ന് പറഞ്ഞാൽ കർഷകൻ, ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. എ ഫെയ്ത്ത്ഫുൾ ഡോഗ് എന്താണ്? ഒരു കർഷകന് എന്തുണ്ടായിരുന്നു? എ ഫെയ്ത്ത്ഫുൾ ഡോഗ് ഉണ്ടായിരുന്നു. ഫെയ്ത്ത്ഫുൾ ഡോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസ്തനായ ഒരു നായ ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ്? ഒരു കർഷകന് എന്തുണ്ടായിരുന്നു? ഫെയ്ത്ത്ഫുൾ ഡോഗ് ഉണ്ടായിരുന്നു. ഫെയ്ത്ത്ഫുൾ ഡോഗ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വിശ്വസ്തനായ ഒരു നായ ഉണ്ടായിരുന്നു. കാൾഡ് ബില്ലു. അവനെ എന്താ വിളിച്ചിരുന്നത്? ബില്ലു എന്നാണ് വിളിച്ചിരുന്നത്. അവനെ എന്താ വിളിച്ചിരുന്നത്? ബില്ലു എന്നാണ് വിളിച്ചിരുന്നത്. ഹി വാസ് വെരി ഓൾഡ്. നമ്മൾ പറഞ്ഞു. ഓൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വയസ്സായ. എന്താണ്? ഹി വാസ് വെരി ഓൾഡ്. അവൻ എന്താണ്? വളരെ പ്രായം ചെന്നിരിക്കുന്നു അല്ലേ? നിങ്ങളുടെ വീട്ടിൽ വയസ്സായ അമ്മയോ അച്ഛനോ അമ്മൂമ്മയോ അപ്പൂപ്പനോ ഒക്കെ കാണത്തില്ലേ? അപ്പൊ അതുപോലെ തന്നെ എന്താണ്? മൃഗങ്ങളിലും എന്ത് വരും? അവരും വയസ്സാകും അല്ലേ? അപ്പൊ എന്താണ് ഇവിടെ ബില്ലു എന്താ എന്നാ പറയുന്നേ? വയസ്സായി അല്ലേ? ഹി വാസ് വെരി ഓൾഡ് ആൻഡ് ഹാഡ് ലോസ്റ്റ് ഓൾമോസ്റ്റ് ഓൾ ഹിസ് ടീത്ത്. എന്ത് ചെയ്തു? അവൻ വയസ്സൊക്കെ ആയപ്പോഴേക്കും എന്ത് ചെയ്തു? അവന്റെ ടീത്തുകൾ മിക്കവാറും എല്ലാ പല്ലുകളും എന്ത് ചെയ്തു? അവന് നഷ്ടപ്പെട്ടു അല്ലെ? പ്രായം. നമ്മുടെ വീട്ടിൽ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പല്ലൊക്കെ ഇല്ലാത്ത അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ കാണത്തില്ലേ? അവര് സംസാരിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമായിരിക്കത്തില്ലേ? പല്ലൊന്നും ഇല്ലാതെ കാര്യം പറയുന്നത് കാണാന്. അതുപോലെ ഇവിടെ നായക്കുട്ടിക്ക് നായക്ക് എന്താണ്? പല്ലൊക്കെ പോയി വയസ്സായി, അവൻ അവശനായി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ പാഠഭാഗത്തിന് നിങ്ങൾക്ക് 2-3-4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഡു യു സീ ഇൻ ദി പിക്ചർ? ടീച്ചർ ഒരു പിക്ചർ നിങ്ങളെ കാണിച്ചല്ലോ. നിങ്ങളുടെ പിക്ചർ നിങ്ങൾ ടെക്സ്റ്റിലും കണ്ടു അല്ലേ? അപ്പൊ ആ പിക്ചറിൽ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഡു യു സീ ഇൻ ദി പിക്ചർ. നിങ്ങൾ ആ പിക്ചറിനുള്ളിൽ എന്താണ് കണ്ടിരിക്കുന്നത്? ആ പിക്ചറിനുള്ളിൽ എന്താണ് നിങ്ങൾ കാണുന്നത്? എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഓരോന്നായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞേ. എന്തൊക്കെയാണ് കണ്ടത്? ഹോം കണ്ടു. എന്ത് കണ്ടു? ഹോം. HOME, ഹോം. ഹോം എന്ന് പറഞ്ഞാൽ എന്താണ്? വീട്. നമ്മളൊരു വീട് കണ്ടു. പിന്നെ നമ്മൾ എന്താണ് കണ്ടത്? ക്യാറ്റ് ഉണ്ടായിരുന്നു അല്ലേ? ക്യാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പൂച്ചയെ കണ്ടു. പിന്നെ നമ്മൾ എന്ത് കണ്ടു? ഹെൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോഴി. നമ്മളൊരു കോഴിയെ കണ്ടു. പിന്നെ എന്താണ്? ഡോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നായ. പിന്നെന്താണ്? ഗോഡ്, ഒരാടിനെയും നമ്മൾ കണ്ടു. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം കിട്ടി. വാട്ട് ഡു യു സീ ഇൻ ദി പിക്ചർ? അപ്പൊ എന്തൊക്കെയാണ് കണ്ടത്? ഹോം, ക്യാറ്റ്, ഹെന്ന്, ഡോഗ്, ഗോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഡു the animals in the picture help us in any way? എന്താണ്? നിങ്ങളുടെ വീട്ടിൽ ആനിമൽസ് ഒക്കെ ഉണ്ടല്ലേ? അവയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? അപ്പൊ ആൻസർ ഡു ദ ആനിമൽസ് ഇൻ ദി പിക്ചർ ഹെൽപ്പ് us in any way? നമ്മളെ എങ്ങനെയാണ് അവ ഹെൽപ്പ് ചെയ്യാറുള്ളത്? അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അപ്പൊ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? യെസ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. നോക്കിക്കേ. യെസ്, ദേ ഹെൽപ്പ് us in many, MANY, many ways. എന്താണ്? യെസ്, ദേ ഹെൽപ്പ് us in many ways. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ ഡു ദേ ഹെൽപ്പ് us? അവ നമ്മളെ എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ? നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അവ ഏതൊക്കെ രീതിയിലാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ. ദ ഹെൻ ഉണ്ടല്ലോ. നമുക്ക് കോഴിയുണ്ട്. കോഴി നമുക്ക് എന്തോ തരും? കോഴി നമുക്ക് മുട്ട തരും അല്ലേ? അപ്പം നമ്മൾ അങ്ങനെ പറയും. ദ ഹെൻ ഗീവ്സ് us എഗ്. എഗ് എന്ന് പറഞ്ഞാൽ എന്താ? മുട്ട. അപ്പം നമുക്ക് എന്ത് തരും? ഹെന്ന് നമുക്ക് എഗ് തരും. പിന്നെ ആരാണുള്ളത്? ദ ഗോട്ട് ഗീവ്സ് us milk. ഗോട്ട് നമുക്ക് എന്താ തരുന്നത്? മിൽക്ക് തരും. ഗോട്ട് എന്താണ് തരുന്നത്? മിൽക്ക് തരും. ദ ക്യാറ്റ് catches the rat. നമ്മുടെ വീട്ടിൽ എലിയൊക്കെ ഉണ്ടെങ്കിലേ ഇയാൾ എന്ത് ചെയ്യും? ചാടി പിടിക്കും. ആരാണ് പിടിക്കുന്നത്? പൂച്ച അല്ലേ? ദ ഡോഗ് ഗാർഡ്സ് അവർ ഹോം. എന്ത് ചെയ്യും? ദ ഡോഗ് ഗാർഡ്സ് അവർ ഹോം. നമ്മുടെ വീട്ടില്
നായ ഉണ്ടെങ്കിൽ രാത്രി നമ്മുടെ വീട്ടിൽ കള്ളന്മാരോ ആരെങ്കിലും ഒക്കെ വരുമെങ്കിൽ എന്ത് ചെയ്യും? ഇത് ഉറക്കെ കുരയ്ക്കാൻ തുടങ്ങും അല്ലേ? നമ്മുടെ വീട്ടിലെ ഗാർഡ്സ് ആയിട്ട്, നമ്മുടെ വീട്ടിലെ കാവൽക്കാരനായിട്ട് ആര് നിൽക്കുന്നുണ്ട്? ഡോഗ് നിൽക്കുന്നുണ്ട്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ, ക്യാൻ ബില്ലു ഹെൽപ്പ് ദ ഫാർമർ? ക്യാൻ ബില്ലു ഹെൽപ്പ് ദി ഫാർമർ? വൈ? എന്താണ്? ബില്ലുവിന് ഫാർമറിനെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. ക്യാൻ ബില്ലു ഹെൽപ്പ് ദി ഫാർമർ? ബില്ലുവിന് ഫാർമറിനെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ? വൈ? എങ്കിൽ എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നമ്മുടെ ഡോഗിനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്? അവൻ വളരെ ഓൾഡാണ്. ബില്ലു എന്താണ്? ഓൾഡാണ്. പിന്നെ എന്താണ് പറഞ്ഞത്? ഓൾമോസ്റ്റ് എന്താണ്? അവന്റെ എല്ലാ ടീത്തുകളും എന്തെന്നാ പറഞ്ഞത്? അവന് നഷ്ടമായെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും എന്ത് തന്നെയായിരിക്കും, അവന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലേ? അപ്പൊ നമ്മൾ എന്ത് പറയും? നോ, ഹി കാൺ. ഹി വാസ് വെരി ഓൾഡ് ആൻഡ് ഹാഡ് ലോസ്റ്റ് ഓൾമോസ്റ്റ് ഓൾ ഹിസ് ടീത്ത്. ടീച്ചറിന് എഴുതിയിടാം. നോക്കിയേ. നോ ഹി കാൺട്ട്. അവന് എന്ത് ചെയ്തിട്ട് പറ്റത്തില്ല? ഫാർമറിനെ സഹായിക്കാൻ കഴിയില്ല അല്ലേ? എന്താണ് കാരണം? ഹി വാസ് വെരി ഓൾഡ്. അവൻ എന്താണെന്നാ പറയുന്നത്? അവൻ വളരെ പ്രായം ചെന്നിരിക്കുന്നു. ആൻഡ് ഹാഡ് ലോസ്റ്റ് ഓൾമോസ്റ്റ് ഓൾ ഹിസ് ടീത്ത്. മിക്കവാറും അവന്റെ എല്ലാ പല്ലുകളും എന്ത് ചെയ്തിരിക്കുന്നു? കൊഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല? ഫാർമറിനെ സഹായിക്കാൻ കഴിയില്ല. അപ്പൊ നമുക്ക് ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇന്ന് പഠിപ്പിച്ച ഈ ക്വസ്റ്റ്യന്റെ ആൻസറും അതുപോലെ തന്നെ ന്യൂ വേർഡ്സും എല്ലാം നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് നിങ്ങൾ എഴുതിയിടണം. പിന്നെ എന്തെങ്കിലും ഡൗട്ടുള്ളവർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അത് നോക്കിയാൽ മതി. പിന്നെ ടീച്ചറിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തത്തുള്ളൂ. ഓക്കെ മക്കളെ, എല്ലാവർക്കും നല്ലൊരു ദിവസം.